കഴിഞ്ഞ ഒരാഴ്ച കാലത്തെ ചാനലുകൾ പരിശോധിച്ചാൽ വലിയ ചക്കളത്തെ പോരാട്ടമാണ് നടക്കുന്നത്. ഇന്നലെ റിപ്പോർട്ടർ ചാനലിലെ വളരെ പ്രധാനപ്പെട്ട ആന്റോ അഗസ്റ്റിൻ, വളരെ പ്രധാനപ്പെട്ട പാർട്ട്ണറാണ് അദ്ദേഹം, പരസ്യമായി തന്നെ മീഡിയ വണ്ണിനെതിരെ രംഗത്ത് വരുന്നു. ഞാൻ മീഡിയ വണ്ണിനെതിരല്ല, വെൽഫെയർ പാർട്ടിക്കും അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് എതിരാണെന്നുള്ള നിലയിൽ പറയാതെ പറഞ്ഞ് മീഡിയ വണ്ണിനെതിരെ എന്നുള്ള നിലയിലൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ചാനലുകളും ഒരു ചാനലിൽ കാണിക്കുന്ന കാര്യങ്ങൾ കള്ളമാണെന്ന് മറ്റൊരു ചാനലിലേക്ക് പറയുന്ന രീതിയിലുള്ള ഒരു പോരാട്ടത്തിന്, ഒരു ചക്കളത്തി പോരാട്ടത്തിലേക്ക് പോകുന്നു. റേറ്റ് കൂട്ടാൻ പോയി നമ്മൾ ഞാൻ ക്ലാസിക്കൽ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, വളരെ ക്ലാസിക്കൽ എക്സാമ്പിൾ. ഈ സെക്സ് സിനിമ കാണാൻ തുടങ്ങിയ കാലത്ത് ആദ്യം ഈ നടികളാണല്ലോ സെക്സ് കാണിക്കുന്നത്, നടന്മാരുടെ അല്ലല്ലോ. നടികൾ സെക്സ് കാണിക്കുമ്പോൾ അവർ കാല് കാണിക്കും, കൈ കാണിക്കും, അവരുടെ വയറ് കാണിക്കും, ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളെ കാണിക്കുള്ളൂ. കുറച്ച് സ്ഥലങ്ങളെ, സാധനമൊന്നുമല്ല, കുറച്ച് സ്ഥലങ്ങളെ കാണിക്കുന്നു. അപ്പോൾ അവർക്ക് ഒരു റീച്ചൊക്കെ കിട്ടും, അല്ലെങ്കിൽ അവരിങ്ങനെ ഒരു ഇതൊക്കെ വരും. അത് കഴിഞ്ഞാൽ അപ്പോൾ അവർക്കൊരു പബ്ലിസിറ്റി കിട്ടും. അപ്പോൾ അടുത്ത ആൾ എന്ത് ചെയ്യും? കുറച്ചുകൂടെ കാണിക്കാൻ തുടങ്ങും. ഇങ്ങനെ അല്ലാതെ അത് കാണിച്ച തെറ്റാണെന്നോ അല്ലെങ്കിൽ അത് ശരിയല്ലെന്നോ അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ പോയി പേരുണ്ടാക്കാന്നല്ല, ഈ കാണിക്കുന്നത് വീണ്ടുമായി അവസാനം ഒരു നഗ്നമായി കാണിക്കണമെങ്കിൽ അതും കാണിക്കും കാശുണ്ടാക്കാൻ. നമ്മളിത് കാണുകയാണ്, ഇത് കാണുന്ന കാര്യം ഞാൻ ഈ പറഞ്ഞു. അപ്പോൾ ആളുകൾക്ക് എന്ത് ക്രേസ് കയറും? ഒരു കാര്യം, ഇപ്പൊ ഈ പഴയ കാലഘട്ടത്തിൽ ഫോൺ വീഡിയോസും അതുപോലത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന, സെക്സ് വീഡിയോസ് ഒന്നും ഇല്ലാതിരുന്ന കാലമുണ്ട്. ഇപ്പൊ എല്ലാ ഫിംഗർ ടിപ്പിലും മൊബൈലിലും കിട്ടുന്ന കാലമാണ്. അതില്ലാതിരുന്ന ഒരു കാലമുണ്ട്. ഇല്ലാതിരുന്ന കാലത്ത് അപ്പോൾ തിയേറ്ററിലൊക്കെ പോകുന്ന എന്താണ്, ഓരോ തിയേറ്ററിലൊക്കെ ആളുകൾ ഇടിച്ചു കയറി പോകുന്നതിന്റെ കാരണം ഇതാണ്. അതിൽ കൂടുതൽ കാണാൻ പറ്റുമോ? കൂടുതൽ കാണാം. അപ്പോൾ നടികളും എന്ത് ചെയ്യാൻ തുടങ്ങി? അങ്ങനെ വരുന്നവരാണ്, എല്ലാ നടികളും അല്ല കേട്ടോ, വനിതകൾ മൊത്തം അങ്ങനെയല്ല, അങ്ങനെ അഭിനയിക്കുന്നവർ, അഭിനയം തന്നെയാണ്, അല്ലാതെ അവർ പൈസയ്ക്ക് വേണ്ടി അഭിനയിക്കുന്നവർ അല്ല. അവരുടെ ജീവിതമൊക്കെ നല്ല സൂപ്പർ ഷക്കീലയുടെ ഒക്കെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ അവർ വളരെ സുന്ദരമായിട്ടുള്ളൊരു വനിതയാണ്, അല്ലാതെ അവർ ഇങ്ങനെയൊന്നും ചീത്തയായി ജീവിക്കുന്ന സ്ത്രീയൊന്നുമല്ല. ഞാൻ പറഞ്ഞത് അഭിനയിക്കുന്നതാണ്. അഭിനയമാണെങ്കിൽ പോലും അഭിനയത്തിന്റെ ലെവൽ എങ്ങോട്ട് വരെയും മാറ്റാനും മറയ്ക്കാനും, ഈവൻ വസ്ത്രം വളരെ കുറച്ച് അഭിനയിക്കാനും തയ്യാറാവും. അത് വേറൊന്നുമില്ല, പൈസ കിട്ടുക, പ്രശസ്തി കിട്ടുക, ഈ രണ്ട് കാര്യമേ ഉള്ളൂ. നമ്മുടെ ചാനലുകളും ആ രീതിയിലേക്കുള്ള, ഒന്നുകിൽ ബാർക്കിന്റെ റേറ്റ് കൂട്ടുക, അല്ലെങ്കിൽ പൈസ കൂടുതൽ കിട്ടുക, കൂടുതൽ പരസ്യം മേടിക്കുക, കൂടുതൽ റേറ്റിംഗിൽ ഫ്രണ്ടിലേക്ക് പോവുക. ഇതിനാവശ്യമായ വലിയ ഗൗരവതരമായ ഇടപെടലുകൾ ഈ ചാനലുകൾ വന്നു തുടങ്ങി. ഇപ്പോൾ ഇലക്ഷൻ അനാലിസിസ് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തതാണ് വീഡിയോ. ഇലക്ഷൻ അനാലിസിസ് എന്നൊക്കെ പറയുന്നത് ഒരുമാതിരി ചന്ത പരിപാടിയാണ്. യാതൊരു സെൻസും ഇല്ലാത്ത കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. അതിനകത്ത് കൃത്യമായ രാഷ്ട്രീയ നേതാക്കളെയോ പ്രധാനപ്പെട്ട ആളുകളെയോ ഒക്കെ കൊണ്ടിരുത്തി ചർച്ച ചെയ്യുന്നത് ആ രീതിയൊക്കെ മാറിയിട്ട് അന്തിച്ചർച്ചയിൽ അതുണ്ട്. അല്ലാതെ പകല് തന്നെ ആ രീതിയിലുള്ള ചർച്ചയൊക്കെ അനാലിസിസ് ഒന്നുമില്ല. അതിന് പകരം കൂടുതലും പോയിരിക്കുന്നത് എന്താണ്? ആരാണ് കൂടുതൽ വോട്ട് പിടിച്ചിരിക്കുന്നത്, അതെങ്ങനെയാണ് തുല്യമാക്കി വോട്ടാക്കി ഒരു ടെമ്പർ ക്രിയേറ്റ് ചെയ്ത് പിന്നെ സൊസൈറ്റിയിൽ ഒരു ഡിവൈഡൊക്കെ ഉണ്ടാക്കാം എന്നുള്ള ചിന്തയിലേക്കാണ് ചാനലുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കുക, ദൂരദർശനായിരുന്നു കേരളത്തിലെ ആദ്യത്തെ ചാനൽ. എത്ര മനോഹരമായിട്ടാണ് ദൂരദർശൻ ആളുകൾ സ്വീകരിച്ചത്. അത് കഴിഞ്ഞ് ഏഷ്യാനെറ്റ് വന്നു. ഏഷ്യാനെറ്റിനെയും രണ്ട് കൈ നീട്ടി ആളുകൾ സ്വീകരിച്ചു വലിയ തോതിൽ. ഏഷ്യാനെറ്റിന്റെ പാട്ടുകളും സ്വാഗതഗാനവും എല്ലാം ഏഷ്യാനെറ്റിന്റെ വലിയ. പിന്നെ അതിനുശേഷമാണ് ഈ ചാനലുകൾ ഇങ്ങനെ മാറി വന്ന്, പിന്നെ മനോരമ ചാനൽ, മാതൃഭൂമിയൊക്കെ വന്ന് അതെല്ലാം ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ തുടങ്ങി. പിന്നെയാണ് 24 വന്നപ്പോൾ അവർ കുറച്ചുകൂടി ഓഗ്മെന്റ് റിയാലിറ്റി അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് അവർ വേറെ റോളിലേക്ക് ടെക്നോളജി വന്നു. പക്ഷേ റിപ്പോർട്ടർ ചാനൽ വന്നതോടുകൂടി ഇത് കംപ്ലീറ്റ് സാധനത്തിന്റെയും റൂട്ട് അങ്ങ് മാറി. കാര്യം എങ്ങനെയും പൈസ ഉണ്ടാക്കുക, എങ്ങനെയും വാർത്ത സൃഷ്ടിക്കുക, വാർത്തകൾക്ക് വേണ്ടി വാർത്തകൾ സൃഷ്ടിക്കുക, അതുപോലെ തന്നെ സൃഷ്ടിക്കപ്പെടുന്ന വാർത്തകളുടെ സത്യവും ന്യായവും നീതിയും ഒന്നുമില്ല. ഇതെല്ലാം തട്ടി സോഷ്യൽ മീഡിയയിൽ ഇടുക, പിന്നെ ബൈറ്റാക്കുക, റീലാക്കുക, വേറൊരു തലത്തിലേക്കുള്ള ഒരു മീഡിയ പ്രവർത്തനം കേരളത്തിൽ രൂപപ്പെട്ടു. അതുകൊണ്ട് സംഭവിച്ചെന്താണെന്നറിയാവോ? പത്രങ്ങൾ വായിക്കാൻ ഇപ്പം ആളില്ല. ഇത്തരം ചാനലുകൾ കാണാനാണ് കൂടുതൽ. ഇതിനകത്ത് പുളിപ്പും രസവും സെക്സും സ്റ്റണ്ടും ഒക്കെ ഉള്ള രീതിയിലേക്കാണ് ഈ ചാനലുകളുടെ ചർച്ചകളും കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത്. പരസ്യമായി വെല്ലുവിളികളും ഗോഹോവിളികളും സംവാദത്തിന് പകരം വിവാദങ്ങളും തർക്കങ്ങളും ഉള്ള ഒരു രീതിയിലേക്ക് ചാനൽ സംസ്കാരത്തെ കൊണ്ടുപോയിട്ടുണ്ട്. ഓരോ ചാനലുകളും മറ്റ് ചാനലുകളെ തെറി പറയുന്നത് എങ്ങനെ, അല്ലെങ്കിൽ മറ്റ് ചാനലുകളുടെ കുഴപ്പം കണ്ടെത്തി ഇത് ഈ ചാനൽ പറയുന്നത് എങ്ങനെ എന്ന് വന്നതുകൊണ്ട് ഒരു പ്രശ്നം എന്താണെന്നറിയാവോ? ഒരു കാലഘട്ടത്തിൽ ജേർണലിസ്റ്റുകളെ കണ്ടാൽ, അത് പിന്നെ സാറ്റലൈറ്റിന്റെ മീഡിയയിലുള്ളവരെ കണ്ടാലും അപ്പുറത്തുള്ളവരും അവർക്കൊരു ബഹുമാനം സമൂഹത്തിന് വലുതായിട്ടുണ്ടായിരുന്നു. ജേർണലിസ്റ്റാണ് എന്ന്. ഇപ്പൊ അതല്ല. ഇപ്പൊ വല്ല നടക്കൂടെ, കിട്ടൂടെ, തടയൂടെ എന്നൊക്കെ നിലയിലേക്കുള്ള അവരുടെ റേറ്റാണ് കുറഞ്ഞത്. ഈ ചാനലിന്റെ റേറ്റ് കൂടിയപ്പോൾ കുറഞ്ഞത്
ചാനലിൽ പ്രവർത്തിക്കുന്ന റിപ്പോർട്ടർമാരുടെയും ആങ്കർമാരുടെയും ഒക്കെ റേറ്റ് താഴേക്ക് പോയിട്ടുണ്ട്, 0 റേറ്റിലേക്ക് പോയിട്ടുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ചാനൽ സംസ്കാരം അല്ലെങ്കിൽ ഒരു മീഡിയ സംസ്കാരം നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. ഡിജിറ്റൽ ചാനലുകൾക്ക് ഇതിങ്ങനെ വഷളാക്കിയതിൽ വലിയ പങ്കുണ്ട്. കാര്യം ഡിജിറ്റൽ ചാനലുകളിലും യൂട്യൂബ് ചാനലുകളിലും വൈകാരികമായ അതിവൈകാരികമായ തമ്പൊക്കെ ഇട്ട് അല്ലെങ്കിൽ മോശപ്പെട്ട അശ്ലീല തമ്പുകളൊക്കെ ഇട്ട് വരുമ്പോൾ അത് ആയിരങ്ങൾ കാണും. അത് ഭയങ്കര റീച്ചാണ്. ഈ റീച്ച് കണ്ടുകൊണ്ട് അതേ പാറ്റേണിലേക്ക് ആര് മാറുന്നു? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്. നമുക്ക് എന്താ പറയുക, മദ്യപാനത്തെ എതിർക്കുന്നത് ബ്രാൻഡി അടിച്ചോണ്ടെന്ന് പറയുന്നൊരു കഥയുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ചെറിയ കുറ്റത്തെ അല്ലെ ചെറിയ കുഴപ്പങ്ങളെ ചെറിയതായി പോകുന്ന ആ ഒരു മോശമായ കാര്യങ്ങളെ എതിർക്കുന്നത് വലിയ മോശം ചെയ്തുകൊണ്ടാണ് എന്നുള്ള രീതിയിലേക്ക് ചാനലുകളുടെ ഒരു സംസ്കാരം മാറിയിട്ടുണ്ട്. ഇപ്പോൾ പരസ്യമായി ആന്റോ അഗസ്റ്റിനായാലും ഇനിയിപ്പോ ഇതിന് പകരം മീഡിയ വേൺകാർ പറയാതിരിക്കത്തില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അത് ഓരോ ചാനലുകളും ഏത് ചാനൽ എടുത്താലും എല്ലാ ചാനലുകളും അടുത്ത ചാനലിൽ വരുന്ന കുഴപ്പങ്ങൾ കണ്ടുപിടിച്ച്, ഇപ്പൊ കൈരളി തന്നെ മറ്റൊരുപാട് ചാനലിൽ വരുന്ന കാര്യങ്ങൾ പറയും. കൈരളിയിൽ വരുന്ന കുഴപ്പങ്ങളല്ല, ന്യൂസുകളെ ഇവാലുവേറ്റ് ചെയ്യുന്ന മറ്റ് ചാനലുകൾ പറയും, ജയ് ഹിന്ദിൽ വരുന്നതിനെ പറയും. അപ്പൊ ഈ ചാനലുകൾ തമ്മിലുള്ള ഒരു ആരോഗ്യകരമല്ലാത്ത മത്സരവും, ചാനലുകൾ വിചാരിച്ചാൽ ഒരാളെ ഉയർത്തിയെടുക്കാനും പറ്റും, ഒരാളെ താഴ്ത്തിയെടുക്കാനും പറ്റും എന്നുള്ള വാർത്തകൾ വളരെ വലുതാണ്. ഞാൻ ഇന്നൊരു വാർത്ത പറയാം. അപ്പോൾ എനിക്ക് പരിചയമുള്ളൊരു നേതാവ് കൂടെ ആയതുകൊണ്ട്, എസ് സുരേഷ് എന്ന് പറയുന്ന BJPയുടെ സംസ്ഥാന ഒരു നേതാവ്, അദ്ദേഹം ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. ഞാനൊരു ഉദാഹരണം പറഞ്ഞു, പക്ഷേ ലോൺ എടുത്ത് തിരിച്ചടച്ചില്ല. അതൊരു വാർത്തയാണ്. പക്ഷെ അതിനപ്പുറം അതൊരു ഗ്ലോറിഫൈ ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. ഞാനത് BJP ആയതുകൊണ്ട് പറഞ്ഞതല്ല, കമ്മ്യൂണിസ്റ്റുകാരെടുത്താലും കോൺഗ്രസ്സുകാരെടുത്താലും ഇതിങ്ങനെ ഗ്ലോറിഫൈ ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. മന്ത്രിയുടെ ഭാര്യ, വേറെ ഇടതുപക്ഷത്തിന്റെ ഒരു കഥ പറയാം, നമ്മുടെ GR അനിലിന്റെ ഭാര്യ ലതാദേവി എന്ന് പറയുന്ന ലതാദേവി എന്ന് പറയുന്ന വലിയ നേതാവായി, ഒരുപക്ഷെ GR അനിലിനേക്കാൾ വലിയ വനിതാ നേതാവായതിനു ശേഷം അവർ MLA ചടയമംഗലം MLA ആയതിനു ശേഷമാണ് ഇപ്പൊ അവരോട് മത്സരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിൽ. പക്ഷേ വാർത്തകൾ വരുന്നത് GR അനിലിന്റെ ഭാര്യ മത്സരിക്കുന്നു. അപ്പൊ ഇപ്പൊ കാണുന്ന ഒരു പുതിയ കുട്ടി എന്താ വിചാരിക്കും? അയ്യോ, മന്ത്രിയുടെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. തിരിച്ചാണ്. അപ്പൊ സത്യമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ലതാദേവി മുൻ MLA ലതാദേവി മത്സരിക്കുന്നു, അതിനകത്തൊരു ചെറിയ കോളം ആ മന്ത്രി GR അനിലിന്റെ ഭാര്യയും കൂടെയാണ് എന്നല്ല പറയുന്നത്. GR അനിലിന്റെ ഭാര്യ മത്സരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് മന്ത്രിയുടെ ഭാര്യ അവിടെ മത്സരിക്കുന്നു. അവര് വലിയ നേതാവാണ്, ചടയമംഗലത്തെയും കൊല്ലം ജില്ലയിലെ CPIയുടെ വലിയ നേതാവാണ്. പക്ഷെ ഇങ്ങനെ വാർത്തകളെ സെൻസിറ്റീവ് ആക്കാൻ, വാർത്തകളെ ഇത് ഡിജിറ്റലൈസ് നമ്മൾ ചെയ്യും. കാരണം നമുക്ക് വേറെ മാർഗ്ഗമില്ല, അതുകൊണ്ട് വേറെ വഴിയില്ല. ഞങ്ങൾക്ക് പരസ്യം കിട്ടുകയാണെങ്കിൽ നമ്മളിതൊന്നും ചെയ്യത്തില്ല. പക്ഷെ പരസ്യം ഇല്ലല്ലോ നമുക്ക്, അല്ലെങ്കിൽ സംഭാവന ഇല്ലല്ലോ, സ്പോൺസർമാരില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒന്നും പോകത്തില്ല. പക്ഷേ മറ്റേ ചാനലുകളെ സംബന്ധിച്ചിടത്തോളം, സാറ്റലൈറ്റ് ചാനലുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നല്ല പരസ്യം കിട്ടുന്നു, നിങ്ങൾക്ക് വേറെ സാമ്പത്തികം മുടക്കിയിട്ടുള്ള മുതലാളിമാരുണ്ട്. അങ്ങനെയൊക്കെയുള്ള നിങ്ങൾ ഇത്തരത്തിലുള്ള അധമ മാധ്യമ സംസ്കാരത്തിലേക്ക് പോയി കേരള സമൂഹത്തെ ഇങ്ങനെ മോശമാക്കിയതിൽ നിങ്ങളുടെ പങ്ക് വളരെ വലുതാണെന്ന് നാളത്തെ കാലം എഴുതി തന്നെ വെക്കും.